ട്രാൻസ്ഫറുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ശ്രീ MA ബേബിക്ക് ഞങ്ങൾ താങ്ക്സ് പറയുന്നു. പിന്നെ ഇവിടെ ഇപ്പം നടത്തുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc ഇലക്ട്രോണിക്സ് അതൊക്കെയാണ് നടത്തുന്നത്. അപ്പം ശരിക്കും വളരെ താങ്ക്സ് ഉണ്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയതിൽ. ഞങ്ങൾ ഈ IHRD കോളേജിൽ അതായത് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളാണ്. ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനം മൂലം, അതായത് ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയുടെ പരിശ്രമ ഫലമായിട്ടാണ് ഈ കോളേജിൻ്റെ പണി ഇവിടെ ആരംഭിക്കാൻ കഴിഞ്ഞത്. ഇത് ചന്ദനത്തോപ്പ് ITI. ഇവിടെ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതുതായി സ്ഥാപിച്ചു. ഇത് ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. 2.43 കോടി രൂപ ചെലവിൽ പൂർത്തിയായിട്ടുള്ള ഈ സ്ഥാപനം ഫാഷൻ രംഗത്തെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ സ്ഥാപനമാണ്. ഇത് കേരള സർവകലാശാലയുടെ പെരിനാട്ടിലുള്ള MBA കോളേജ്. ഇതേ കണക്കൊരു ഗ്രാമപ്രദേശത്ത് ഇത്രയും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു MBA കോളേജ് അനുവദിച്ചു തന്ന വിദ്യാഭ്യാസ മന്ത്രിയായ MA ബേബിക്ക് ഞങ്ങൾ 50 വിദ്യാർത്ഥികളുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിന് പുറമെയാണ് കണ്ണനെല്ലൂർ LBSന്റെ സെന്റർ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. നെടുമ്പന പഞ്ചായത്തിലെ പള്ളിമൺ വില്ലേജിൽ ഇതിനാവശ്യമായ 5 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു. കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് പബ്ലിക്കേഷൻ വകുപ്പിന്റെ കീഴിൽ ഇന്ത്യയിൽ ആരംഭിക്കുവാൻ തീരുമാനിച്ച 4 പുതിയ റീജിയണൽ സെന്ററുകളിൽ ഒന്നാണ് കുണ്ടറയിൽ ആരംഭിക്കുന്നത്. നിലവിൽ ഡൽഹിയിലും ഒറീസയിലെ ദിൻകനാലിലുമാണ് 2 സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നത്. IIT മോഡൽ എൻട്രൻസ് പരീക്ഷയിലൂടെയാണ് 2 വർഷത്തെ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും ജേർണലിസം കോഴ്സുകളും റേഡിയോ, ടെലിവിഷൻ, പരസ്യ, പബ്ലിക് റിലേഷൻസ് വിഭാഗങ്ങളിൽ 2 വർഷത്തെ PG കോഴ്സുകളുമാണ് നിർദ്ദിഷ്ട സെന്ററിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 1 വർഷക്കാലത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിരന്തരമായ ഇടപെടലുകളിലൂടെയാണ് 15 വർഷം മുമ്പ് കേരളത്തിന് അനുവദിക്കപ്പെട്ട് നഷ്ടപ്പെട്ട ഈ സെന്റർ കൊല്ലത്തിന് തന്നെ അഭിമാനിക്കത്തക്ക വിധം നെടുമ്പനയിലെ പള്ളിമണ്ണിൽ അനുവദിക്കപ്പെട്ടത്. ഈ സെന്റർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ പ്രദേശം ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഇടം നേടും. എല്ലാ പ്രദേശത്തും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 1.5 കോടി രൂപ മുതൽ മുടക്കിൽ പെരിനാട് പനയം കുടിവെള്ള പദ്ധതി, 1.40 കോടി രൂപ മുതൽ മുടക്കിൽ പേരയം കുടിവെള്ള പദ്ധതി എന്നിവ പൂർത്തീകരിക്കാനും കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനകം 7.86 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചത്. 30 കോടി രൂപയുടെ എസ്റ്റിമേറ്റുള്ള ചിറ്റുമല ചിറയ്ക്ക് 5 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ ജനങ്ങളെന്ന് പറഞ്ഞാൽ കിലോമീറ്ററിന് ദൂരെ പോയാണ് വെള്ളം എടുക്കുന്നത്, വീട്ടുപയോഗത്തിന് ആവശ്യമായ വെള്ളം എടുക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ടാങ്കറിലൂടെ അങ്ങനെയുള്ള സഹായങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ പമ്പ് ഹൗസ് വന്നതുകൊണ്ട് നിശ്ചിതമായിട്ട് ആഹാരം വെക്കാനായാലും കുടിക്കുന്നതിനായാലും കുളിക്കുന്നതിനായാലും വസ്ത്രം അലക്കുന്നതിനായാലും എല്ലാം നല്ലൊരു രീതിയാണ് ഇപ്പം കിട്ടിയത്. ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഈ 1 വർഷം കൊണ്ട് നല്ല സഹായമാണിത്. MA ബേബി സാറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്തേക്കുന്നത്, ഈ ചിറ്റ വാർഡിൽ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നല്ല കാര്യമാണ്. അപ്പം പുള്ളി മാത്രം ഇത് ഇപ്പോഴത്തെ MLA യും മന്ത്രിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ഉപകാരം അത് കിട്ടിയത് നല്ല കാര്യമാണത്. സമ്പൂർണ്ണ വൈദ്യുതീകരണം ഉൾപ്പെടെ വൈദ്യുതി മേഖലയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. പുറമ്പോക്ക് നിവാസികൾക്കുൾപ്പെടെ ഈ മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും വൈദ്യുതി എത്തിച്ചു കഴിഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ ഈ 5 വർഷക്കാലം കൊണ്ട് 29,72,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 55,10,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇടച്ചാൽ പാലം, ചീക്കൽക്കടവ് പാലം എന്നിവയുടെ പണി പൂർത്തീകരിച്ചു. 11,45,00,000 രൂപ ചെലവിൽ പെരുമൺ കണ്ണങ്കാട് റോഡ്, ഇടിയക്കടവ് എടച്ചൽ റോഡ്, കരിക്കട റോഡ്, ചിറ്റുമല കല്ലട റോഡ്, അഞ്ചാലമ്മൂട് പെരുമൺ റോഡ്, ചിറ്റുമല ഇടിയക്കടവ് റോഡ്, മുളവന കുതിരമുനമ്പ് റോഡ്, കൊല്ലം ഇളമ്പള്ളൂർ റോഡ്, പ്രാക്കുളം സാമ്പ്രാണിക്കോടി റോഡ്, ഇടയ്ക്കൽ ബ്രിഡ്ജ്, പേരയം കുമ്പളം റോഡ്, കിളികല്ലൂർ പെരിനാട് റോഡ്, വയലിക്കാവ് പൂപ്പാണി റോഡ് എന്നിവ പൂർത്തീകരിച്ചു കഴിഞ്ഞു.
ഈ കായലിന്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന പെരുമൺ പാലം എന്ന സ്വപ്നം അനധിവിദൂര ഭാവിയിൽ യാഥാർത്ഥ്യമാകും. 39 കോടി രൂപയുടെ മൊത്തം എസ്റ്റിമേറ്റിന് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. ധനമന്ത്രിയുടെ മാന്യവിരുദ്ധ പാക്കേജിൽ ഉൾപ്പെടുത്തി 39 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പെരുമൺ പാലം, പടപ്പക്കര കുതിരമുനമ്പ് മണക്കടവ് പാലം, മുളവന പടപ്പക്കര കുതിരമുനമ്പ് റോഡ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. കൂടാതെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 5 കോടി 3 ലക്ഷം രൂപ ആകെ എസ്റ്റിമേറ്റ് വരുന്ന 15 പ്രവൃത്തികൾക്ക് സാങ്കേതിക അനുമതി ലഭിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. വളരെ 10-60 വർഷമായിട്ട് വെറും നടപ്പാത മാത്രമേ ഉണ്ടായിരുന്ന ഒരു റോഡാണ്. ഞങ്ങൾ കയർ വ്യവസായമൊക്കെ നടത്തി ഞങ്ങൾ വളരെ ചുമന്നാണ് കയർ ഈ നീരൊഴുക്ക് മുക്കിക്കൊണ്ടുവന്ന് വണ്ടി കയറ്റി കൊണ്ടുപോകുന്നതും എല്ലാം വളരെ കാലങ്ങളായിട്ട് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിയുടെ MLA ഫണ്ടിൽ നിന്നുള്ള പൈസ ഉപയോഗിച്ച് റോഡ് പുനരുദ്ധാരണം ചെയ്ത് വണ്ടി സൗകര്യമാക്കി തന്നു. അങ്ങനെ വളരെ മന്ത്രിയോടും ബാക്കി എല്ലാവരോടും നല്ല കടപ്പാടുണ്ട്. ും 20 അംഗനവാടികൾക്ക് 160 ലക്ഷം രൂപ മുതൽ മുടക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. വിനോദസഞ്ചാര രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അഷ്ടമുടി ടൂറിസം പദ്ധതി എടുത്തു പറയാവുന്ന ഒന്നാണ്. കുണ്ടറയിൽ നടത്തിയ പരാതി പരിഹാര മേളയിലൂടെ ചുവപ്പ് നാടകളില്ലാതെ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും എളുപ്പം പരിഹാരം കാണാൻ സഹായിച്ചു. കുണ്ടറയിൽ നടത്തിയ വേണാട് ഉത്സവം വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പ്രദാനം ചെയ്തത്. വികസന പ്രവർത്തനങ്ങളോടൊപ്പം ജനങ്ങളുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പരമാവധി ആശ്വാസവും സഹായവും എത്തിക്കാൻ വേണ്ട പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. 150-ൽ പരം പേർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പ്രത്യേക സഹായം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അലക്സാണ്ടർ കിണറ്റി വീണപ്പോൾ ശിവകുമാർ എൻ്റെ മകൻ കിണറ്റി ഇറങ്ങി വടത്തിൽ പിടിച്ചു കയറി വടം പൊട്ടി കിണറ്റി വീണ് മരിക്കുകയാണ് ചെയ്തത്. പിന്നെ അങ്ങനെ MA ബേബി സാറ് വന്ന് 3 ലക്ഷം രൂപ ഞങ്ങൾക്ക് നൽകി. നവംബർ 2-ാം തീയതി രാത്രി ഞങ്ങളുടെ 4 കടകൾ കത്തിപ്പോയി. ഞങ്ങൾ പുറമ്പോക്കി ഇരിക്കുന്നവരാണ്. യാതൊരു സഹായവും കിട്ടുമെന്ന് വിചാരിച്ചതല്ല. ഈ മന്ത്രിസഭ ഇരുന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഓരോ കടക്കാർക്കും 50,000 രൂപ അനുസരിച്ച് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയേ ഇല്ലായിരുന്നു. ഞങ്ങളാകെ വിഷമിച്ച് എന്തോ ചെയ്യണമെന്നുള്ള വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ കടം മേടിച്ചാണ് ആക്കി കിട്ടിയ സമയത്ത് ഞങ്ങൾക്ക് ഗവൺമെൻറ് 50,000 രൂപ വീതം അനുവദിച്ചു. വളരെ നന്ദിയുണ്ട്. സെൻറ്റ് പോൾസ് സ്പെഷ്യൽ സ്കൂൾ, അതായത് മെൻ്റലി റിട്ടയർഡ് സ്കൂൾ തുടങ്ങിയിട്ട് ഇപ്പം 11 വർഷം തികയുക. അപ്പോൾ ഈ 11 വർഷത്തിനിടയിൽ കഴിഞ്ഞ അനേക പ്രാവശ്യം നമ്മൾ പല അധികാരികളെയും സമീപിച്ചു ഇങ്ങനെ ഒരു ബസ് കിട്ടുന്നതിന് വേണ്ടി. ഇപ്പോൾ ഈ ഡേ സ്കോളേഴ്സ് ഒരുപാട് ഏരിയകളിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ വർഷമാണ് നമുക്കത് ബഹുമാനപ്പെട്ട നമ്മുടെ ബേബി സാർ അതിനുവേണ്ടി ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ ശ്രമഫലത്താലാണ് നമുക്ക് ഈ ബസ് ഇവിടെ ലഭിക്കുന്നതിന് കാരണമായത്. അതുകൊണ്ട് വളരെ കുട്ടികൾക്ക്, വളരെ കുടുംബങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഈ നിയോജക മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും പുരോഗതിയുടെ വെള്ളി വെളിച്ചമെത്തിച്ച് വികസന സൂര്യോദയം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് 5 വർഷങ്ങളായിട്ട് വലിയ കുഴപ്പമില്ലാതെ പട്ടിണിയില്ലാതെ ജീവിച്ചു പോകാനുള്ള തൊഴിലുകളും ഏത് മേഖലയെ നോക്കിയാലും ഞങ്ങൾക്ക് അതിൻ്റേതായ ഒരു സാമ്പത്തിക നിലയിലുള്ള ജീവിതമാണ് ഇതുവരെ ഞങ്ങൾ നയിച്ചു കൊണ്ടുപോകുന്നത്. മന്ത്രി അതേപോലെ തന്നെ നല്ല സമീപനമാണ് കാഴ്ചവെക്കുന്നതും എല്ലാ ജനങ്ങളോടും ഒരേപോലെ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. LDF വന്നാണ് ഞങ്ങൾക്ക് MA ബേബി വന്നു. 3 സെൻറ്റ് വസ്തു കിട്ടി. അതിനകത്തൊരു വീട്, ചുറ്റുമല ബ്ലോക്കിൻ്റെ ഒരു വീട് കിട്ടി. കോഴിയുണ്ട്, ആടുണ്ട്, എല്ലാം
ഈ സർക്കാർ വന്നിനൊക്കെ കിട്ടിയത്. പിന്നെ തൊഴിലുറപ്പിൻ്റെ ജോലിയുണ്ട്. അപ്പോൾ ഞാനങ്ങാണ്ട് ഒരു 90 ജോലികളായി ഇപ്പം. നല്ല ജോലി നടന്നു പോകുന്നു, ബില്ലൊക്കെ മാറുന്നുണ്ട്, നല്ല കാശുകളും കിട്ടുന്നുണ്ട്, നല്ല സഹായം തന്നെയാണ്. ഓരോ കുടുംബങ്ങൾ നോക്കിയാൽ 3-ാം വാർഡിലെ സംബന്ധിച്ച് നോക്കിയാൽ ഏതാണ്ട് 200 കൂടുതൽ വീടുകൾ, പുതിയ വീടുകൾ നിർമ്മിച്ചു കൊടുത്തു. അതുപോലെ ആ 100-ൽ കൂടുതൽ കുടുംബങ്ങൾക്ക് വസ്തു ഏർപ്പാടാക്കി കൊടുത്തു. പിന്നെ 517 കുടുംബങ്ങൾ ആണ് ഈ 3-ാം വാർഡിലുള്ളത്. 450 കുടുംബങ്ങൾക്ക് കോഴി വിതരണം ചെയ്ത്, പിന്നെ ആട് വളർത്തൽ, പിന്നെ കുടുംബശ്രീയായിട്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് പിന്നെ 5 വർഷത്തിന് മുമ്പ് ഈ PSC നിയമനങ്ങൾ ഒക്കെ ഒഴിവാക്കി നിന്ന സാഹചര്യത്തിൽ പിന്നെ ഈ മന്ത്രിസഭ വന്നതിന് ശേഷം PSC നിയമനം വന്നു. എൻ്റെ കുടുംബത്തിനും അത് ഉപകാരപ്രദമായി. എൻ്റെ മോന് ജോലി കിട്ടി. 100% വികസന എന്ന് പറയുന്നത് മുന്നിട്ട് നിൽക്കുന്ന ഒരു പിന്നെ മണ്ഡലമാണ് കുണ്ടറ മണ്ഡലം. ഇവിടെ ഫാഷൻ ടെക്നോളജി കോളേജ് വന്നു, പിന്നെ ടെക്നോ പാർക്ക് വന്നു, ITI കോളേജ് വന്നു. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾക്ക് തൊഴിൽ സാധ്യത ഉള്ള ഒരു മേഖലയായിട്ട് വരാൻ സാധിച്ചു. ഇത്രയൊക്കെ നേട്ടങ്ങൾ. പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് പിന്നെ ഉച്ച ആഹാരം ഭക്ഷണം കൊടുക്കുന്നതിൽ നല്ല ജാഗ്രതയോടുകൂടി നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഉള്ള കഴിവ് ഉണ്ടായി. ഇത് ഒരുപാട് പിള്ളേർക്ക് നല്ല പ്രയോജനമായിട്ട്, എത്രയോ പിള്ളേർ പട്ടിണി കിടന്ന അവസരങ്ങൾ, ഉച്ചയ്ക്ക് ഇച്ചിരി ഭക്ഷണം കിട്ടാത്ത ആ സാഹചര്യം പോലും ഇന്നത് നല്ല നിലയിൽ കൊണ്ടുപോകാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ടായി. എല്ലാ കുടുംബത്തിനും അതൊരാശ്വാസകരമാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ പൂർത്തീകരിച്ചതും പണി പുരോഗമിക്കുന്നതുമായ പദ്ധതികൾക്കായി ഏതാണ്ട് 1000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉണ്ടായിട്ടുള്ളത്. 4.25 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ IT മേഖലയിൽ വിസ്മയകരമായ പുരോഗതി കൈവരിക്കുവാൻ, മറ്റോരോ മേഖലയിലും വിസ്മയകരമായ പുരോഗതി കൈവരിച്ചതിൻ്റെ ഭാഗമായി ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു മാതൃകയാണ് ഇവിടെ കുണ്ടറയിൽ ഉയർന്നു വരുന്ന ഈ ടെക്നോ പാർക്ക്. വികസന നായകൻ MA ബേബിയെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക.